ഹലോ. മഴക്കാലം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും അതിരപ്പള്ളി പോകാൻ പ്ലാൻ ചെയ്യണതാട്ടോ. ഒന്നില്ലെങ്കിൽ ഞാൻ ബിസി, അല്ലെങ്കിൽ അവള് ബിസി, അല്ലെങ്കിലോ അതിരപ്പള്ളി പൂട്ടിക്കാണും മഴ കാരണം. ഇങ്ങനെ ഓരോന്നായിട്ട് ഇത് ഇപ്പോഴാട്ടോ നമുക്ക് നേരം കിട്ടിയത്. അപ്പൊ ഞാൻ ദേ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റോപ്പിൽ അവളെയും കാത്ത് നിൽക്കാം. ഒരു 5-6 ചാലക്കുടി ബസ്സെങ്കിലും പോയി കാണും. അവസാനം വന്നു നമ്മളുടെ കക്ഷി. നമ്മൾ അങ്ങനെ എപ്പോഴും കാണാറില്ല കേട്ടോ. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് സംസാരിക്കാനായിട്ട് ഒരുപാട് കഥകൾ ഉണ്ടായി. അപ്പൊ ഫുൾ കഥ പറച്ചിലായിരുന്നു നമ്മൾ അവിടെ എത്തുന്നവരെ മാത്രമല്ല, അവിടെ എത്തിക്കഴിഞ്ഞിട്ടും തിരിച്ചു വരുന്നവരെ. എന്നിട്ടും നമ്മുടെ കഥകൾ കഴിഞ്ഞില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മഴക്കാരെ കണ്ട് കാരണം നമ്മൾ റെയിൻകോട്ടൊക്കെ സെറ്റ് ആക്കിയിട്ടാട്ടോ പോയത്. പിന്നെ പോണ വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇരിഞ്ഞാലക്കുട നിന്ന് ചാലക്കുടി ബസ് കയറിയപ്പോൾ ആ ബസ് കണ്ടക്ടർ നമ്മളെ അടുത്ത് പറഞ്ഞു, ആനമല എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി, അവിടെ നിന്ന് നമുക്ക് അതിരപ്പള്ളി ബസ്. അങ്ങനെ ആ ചേട്ടൻ തന്നെ ആനമല എത്തിയപ്പോൾ നമ്മളെ അടുത്ത് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിരപ്പള്ളി ബസ് പിടിച്ചു കേട്ടോ. അതിരപ്പള്ളി പോണ വഴിയിൽ കണ്ട കാഴ്ചകളാട്ടത്. ഒരു പശുവിന്റെ ഫാമൊക്കെ കണ്ടു. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല കാടും. എനിക്കിങ്ങനെ ഈ നമ്മളെ ബസ്സിൽ ട്രിപ്പ് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ കാടിന്റെ നടുവിൽ നമ്മളും പിന്നെ കുറെ സ്ട്രേഞ്ചേഴ്സ് ഒക്കെ കൂടി പോകുമ്പോൾ നല്ല രസം. കാരണം നമുക്ക് കുറെ അറിയാത്തവരോടത്ത് സംസാരിച്ച് അവരൊക്കെ പരിചയപ്പെടാൻ പറ്റും. പിന്നെ കണ്ടു റംബൂട്ടന്റെ മരം കേട്ടോ. ഇത് ഫുൾ ഇങ്ങനെ വലയിട്ട് വെച്ചിരിക്കുക, കിളികളൊന്നും റംബൂട്ടാൻ കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കുറെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ കണ്ടു കേട്ടോ. ചാലക്കുടിയിൽ നിന്ന് ഒരു മണിക്കൂറുണ്ട് കേട്ടോ നമ്മൾ അതിരപ്പള്ളിയിൽ എത്താൻ വേണ്ടി. അങ്ങനെ ഒരു മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിത് ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന വഴി കാടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ആ ബസ്സിലെ കണ്ടക്ടർ പറഞ്ഞു, സൈഡിലൊക്കെ നോക്കിക്കോ, ചിലപ്പോൾ വല്ല ആനേനൊക്കെ കാണാമെന്ന്. നമ്മൾ കുറേ നോക്കി, പക്ഷെ ആനേനൊന്നും കണ്ടില്ല കേട്ടോ. ഇത് കേറാനാണ് പാട് മോളെ. മറ്റേതുണ്ടല്ലോ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എന്നെ പൊക്കിക്കൊണ്ട് വരേണ്ടി വന്നു. ഞാൻ കോളേജിൽ പോണ സ്ലിമ്മായി ആരോഗ്യവതിയായിരിക്കുന്ന സമയം. ഇന്നാണെങ്കിൽ ഞാൻ അൺഹെൽത്തി. അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ നീ കഷ്ടപ്പെടുകടി. ഇവിടെ ഇത് 2 വർഷം മുമ്പ് ഞാൻ ഈ അതിരപ്പള്ളി വന്നിരുന്നു. അപ്പോൾ ആ കഥകളൊക്കെ ആയിട്ട് അവളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അന്ന് തന്നെ എനിക്ക് വയ്യാണ്ടായി, ഇന്നത്തെ അവസ്ഥ എന്താവോ എന്നൊക്കെ ആയിരുന്നു എൻ്റെ. പിന്നെ മഴക്കാലമായ കാരണം വിടാൻ അമ്മയ്ക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഉറപ്പില്ല, ഞാൻ സൂക്ഷിച്ചു പോയിട്ട് വരാമെന്നുള്ള ഒറ്റ ഉറപ്പില്ലാട്ടോ എൻ്റെ അമ്മ വിട്ടത്. ഓരോന്നിൻ്റെ ഉള്ളിൽ പുക വരുന്ന പോലെ ഉണ്ടല്ലേ, ആരൊക്കെയോ തീയിട്ടിട്ട് ഇങ്ങനെ അതുപോലെ ഉണ്ട്. ആ കാണുന്ന വീട് പോലത്തെ ഷെഡ് കണ്ടു. അത് നമ്മളെ പ്രളയത്തിന് പോലും ഒലിച്ചു പോയിണ്ടായല്ലോ. അതിന്റെ മേൽക്കൂരൊക്കെ കണ്ട് ഒലിച്ചു പോയി. ബട്ട് സ്റ്റിൽ എന്നാലും അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് കേട്ടതാണ്. പിന്നെ സാധാരണ ഞാൻ ഈ അതിരപ്പള്ളി വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ തിരക്കൊണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും പറ്റാറില്ല കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നോർത്ത് ഇന്ത്യൻസ് മാത്രം ഉണ്ടാണോ. ഇനി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ എന്തിനാ അങ്ങോട്ട് പോയത്, മഴക്കാലത്തുള്ള അതിരപ്പള്ളി കാണാനായിട്ട്. നമ്മുടെ ആഗ്രഹം പോലെ തന്നെ മഴയൊക്കെ പെയ്തു. പിന്നെ നമ്മൾ ഓൾറെഡി ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടാണല്ലോ വീട്ടിൽ നിന്ന് വന്നത്. റെയിൻകോട്ടും കൊടൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ റെയിൻകോട്ട് കിട്ടിയെങ്കിൽ നമ്മൾ താഴേക്ക് പോവാട്ടോ. നമ്മളുടെ വെള്ളച്ചാട്ടത്തിന്റെ താഴേക്ക് പോവാണ്. പോകുന്ന വഴി കുറച്ച് ദുർഘടമായ കാരണം ഞാൻ തലേ കുത്തി വീഴാനൊക്കെ ഇറ്റ്സ് ഓക്കെ, വി വിൽ മാനേജ് ഇറ്റ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എനിക്കിങ്ങനെ എക്സൈറ്റ്മെന്റ് പീക്കായിരുന്നു വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് വെള്ളച്ചാട്ടം കണ്ടപ്പോൾ എൻ്റെ സാറേ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. നമ്മൾ രണ്ടുപേരും മറ്റേ ഇതുവരെ വെള്ളം കാണാത്ത ആക്രാന്തമായിരുന്നു. എൻ്റെ പൊന്നോ, അവിടെയൊക്കെ ചെന്നിട്ട് എന്തൊക്കെയാ നമ്മൾ കാട്ടിക്കൂട്ടിയത് നമുക്ക് പോലും അറിയില്ല. എല്ലാവരും അതിരപ്പള്ളിയിൽ മഴക്കാലത്തൊന്ന് പോകണം കേട്ടോ. അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറി ഒടുക്കത്തെ വെയിലായിട്ടോ. ആ വെയിലത്തിരിക്കൽ അത്ര സുഖമുള്ള ഏർപ്പാടൊന്നും ആയിരുന്നില്ല. അങ്ങനെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് കയറാൻ പോവാട്ടോ. അത് കുറച്ച് കഠിനമായ പണിയായിരുന്നു. കുറച്ച് നടന്നപ്പോഴേക്കും ചത്തു. നീ ഫുള്ള് കയറുമ്പോഴേക്കും പതുക്കെ പതുക്കെ നടക്കാം. ഫൈനലി എത്തി. അപ്പൊ നടന്ന് ക്ഷീണിച്ചിട്ട് നമ്മൾ വിചാരിച്ച ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങാന്ന്. ഈ ഐസ്ക്രീമിന്റെ മണം എവിടെ നടിച്ചിട്ടാന്നറിയില്ല, അപ്പോഴേക്കും വന്നു കുരങ്ങന്മാര്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിരപ്പള്ളി വന്നപ്പോൾ എനിക്കൊരു കുരങ്ങൻ അറ്റാക്ക് ഉണ്ടായതാ. എൻ്റെ കയ്യിലൊരു വെള്ളം കുപ്പി, ഒരു സാധാരണ പ്ലാസ്റ്റിക് കുപ്പി അവൻ തട്ടിപ്പറിച്ചുകൊണ്ടേ. സെയിം അവസ്ഥ ഇപ്രാവശ്യം ഉണ്ടായി. എൻ്റെ ഐസ്ക്രീം കണ്ടിട്ട് ആ തട്ടിപ്പറിക്കാൻ വേണ്ടി വന്നു. പിന്നെ ആക്രമിക്കുന്നതിന് മുമ്പ് ഞാനത് എറിഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മളുടെ അതിരപ്പള്ളിയൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളത് തിരിച്ചിറങ്ങി. അവിടെ നിന്ന് നമ്മളൊരു ഉപ്പിലിട്ട മാങ്ങയൊക്കെ കഴിച്ചു. ചുമ്മാ കടകളിലൊക്കെ ഒന്ന് കയറി നടന്നു, ഒന്നും വാങ്ങിയൊന്നുമില്ല. പക്ഷെ ആദ്യം അച്ചാച്ചൻ വിളിക്കുന്നുണ്ട്. ഒരു
പ്രത്യേക തരം സൗണ്ട് കേട്ടില്ലേ, നമ്മളേതോ കിളികളുടെ സൗണ്ടാന്ന് വിചാരിച്ചത്, പക്ഷെ അതൊരു പി ആണ് കേട്ടോ. ഒരു വെറൈറ്റി സംഭവമായിട്ട് എനിക്ക് തോന്നി, കൊള്ളാം കേട്ടോ. അങ്ങനെ നമ്മൾ ചാലക്കുടിയിലേക്ക് ബസ് കയറി, നമ്മൾ ബസ്സിൽ കിടന്ന് അസലായിട്ട് ഉറങ്ങി. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടനും പുട്ടിലും പോയി. അവിടെ നമ്മളൊരു ലോഡഡ് ഫ്രൈസ് ഒക്കെ കഴിച്ചു. അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞ് കാരണം എനിക്ക് വേറെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹം നടന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ രണ്ടുപേരും നല്ല സന്തോഷമായിട്ട് വീട്ടിൽ പോയി. ഇനി എന്തെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് വായൊക്കെ പറഞ്ഞ് നമ്മൾ പോയിട്ടോ. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.